والجن تهتف والأنوار ساطعة والحق يظهر من معنى ومن كلم والجن تهتف. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെടുന്ന സമയത്ത് ജിന്നുകൾ അട്ടഹസിച്ചു. ജിന്നുകൾ എന്ന് പറഞ്ഞാൽ ഇബ്ലീസിന്റെ സന്താന പരമ്പരയാണ്, ലഅനത്തുല്ലാഹി അലൈഹി. അതിലധിക പേരും അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നവരാണ്. ഈ ജിന്നുകളാണ് ഈ പറയുന്ന പുരോഹിതന്മാർക്കും ജ്യോത്സ്യന്മാർക്കൊക്കെ പ്രവചനം നടത്താൻ ആവശ്യമായ, അവർ കവടി നിരത്തി കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ഈ ജിന്നുകളാണ്, ശൈത്താന്മാരാണ്. ആ ജിന്നുകൾക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെടുന്ന ആ സമയത്ത് വാനലോകത്ത് നിന്ന് മലായിക്കത്തിന്റെ സംസാരങ്ങൾ കേൾക്കാത്ത രൂപത്തിൽ അവരെ തടയപ്പെട്ടു. ആ സമയത്ത് അവരെ അട്ടഹസിച്ചു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. മക്കയിലും പരിസരത്തും അഥവാ ജബൽ ഹജ്ജൂൻ, അതുപോലെ തന്നെ ജബൽ അബി ഖുബൈസ്, അവിടെ നിന്നൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് ജിന്നുകളുടെ വലിയ അട്ടഹാസം കേട്ടിരുന്നു എന്ന് പല മഹാന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്ന സമയത്തും ആ രൂപത്തിലുള്ള അട്ടഹാസം കേട്ടിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്ന സമയത്ത് വിശ്വാസി അല്ലെങ്കിലും അവിടുന്ന് അങ്ങനെയൊരു ശബ്ദം കേട്ടിരുന്നു എന്ന് പിൽക്കാലത്ത് പറയുന്നുണ്ട്. വൽ അൻവാറു സാത്തിയത്തുൻ, പ്രകാശം പരക്കുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെടുന്ന സമയത്ത് ആമിന ബീവി തന്നെ പറയുന്നത് കാണാം, എന്നിൽ നിന്നൊരു പ്രകാശം സിറിയയുടെ ഭാഗത്തിലേക്ക് പരക്കുന്നത് ഞാൻ കണ്ടു, അതിലൂടെ ബുസ്രയുടെ പട്ടണം എനിക്ക് കാണിക്കപ്പെട്ടു എന്നൊക്കെ. അവിടെ ഒരുമിച്ച് കൂടിയ അന്ന് ആ വീട്ടിലുണ്ടായിരുന്നവരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു പ്രകാശം മാത്രമേ ആ സമയത്ത് കാണാൻ കഴിഞ്ഞുള്ളൂ എന്നൊക്കെ. അതാണ് പ്രകാശം. വൽ അൻവാറു സാത്തിയത്തുൻ, ആ സമയത്ത് വലിയൊരു പ്രകാശം പരന്നു. വൽ ഹഖ്ഖു യദ്ഹറു, സത്യം വെളിവായി. അഥവാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസവം നടന്നു എന്ന ആ സത്യം അത് വെളിവായി. മിൻ മഅനൻ, ഒരുപാട് അടയാളങ്ങളിലൂടെ, വമിൻ കലിമി, അതുപോലെ തന്നെ പ്രവചനങ്ങളിലൂടെയും. അഥവാ ഈ പറയുന്ന ബിംബങ്ങൾ തലകുത്തി മറിഞ്ഞതും, അതുപോലെ തന്നെ സാവതടാകം വറ്റിവരണ്ടതും, തീക്കുണ്ടാരം കെട്ടുപോയതും, കിസ്രയുടെ കോട്ട വിണ്ടുകീറിയതും അടക്കമുള്ള അടയാളങ്ങളിലൂടെ ഈ പ്രസവം നടന്നു എന്ന സത്യം ലോകത്ത് വെളിവായി. അതുപോലെ തന്നെ വമിൻ കലിമി, പുരോഹിതന്മാരുടെയും ജ്യോത്സ്യന്മാരുടെയും പ്രവചനത്തിലൂടെയും ഈ സത്യം ആളുകൾക്ക് വെളിവായി. അഥവാ രാജ കൊട്ടാരങ്ങളിലൊക്കെ ജ്യോത്സ്യന്മാർ അന്നത്തെ കാലത്ത് നിർബന്ധമാണ്. അവരുടെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അവര് വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് പ്രവചനം നടത്തുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ പ്രവചനങ്ങളിലൂടെയും ഈ പറയുന്ന അടയാളങ്ങളിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസവത്തിന്റെ ആ വാർത്ത ലോകം മുഴുവൻ പരന്നിട്ടുണ്ട്.